ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരം 4 ദിവസം പിന്നിട്ടു. ഭരണ സംവിധാനത്തിലുണ്ടായ തകർച്ചയുടെ ദുർവിധിയാണ് ഉദ്യോഗസ്ഥർ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുൻ MLA PV അൻവർ. കേരളം എന്ന പേര് നേടിയെടുക്കാൻ മോദി സർക്കാർ വേണ്ടിവന്നു എന്ന് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ. കിളികൾക്ക് കുടിനീർ പദ്ധതി ആരംഭിച്ച് പരിസ്ഥിതി പയ്യോളി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരം യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ശക്തമാക്കി. സമരം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. ശമ്പള വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ രോഗികളുടെ ദുരിതം തുടരുകയാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സമരം ശക്തമാക്കിയതോടെ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലായി. സിവിൽ സ്റ്റേഷന് മുന്നിൽ കഴിഞ്ഞ ദിവസം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നഴ്സുമാർ സമരം തുടർന്നു. സംസ്ഥാന സർക്കാർ മധ്യസ്ഥ ശ്രമവുമായി ഇതുവരെയും വന്നിട്ടില്ല. പല സ്വകാര്യ ആശുപത്രികളും ഡോക്ടർമാർ തന്നെ നഴ്സിംഗ് ചുമതലകൾ വഹിക്കേണ്ട സ്ഥിതിയിലാണ്. ജില്ലയിലെ പ്രധാന സ്വകാര്യ ആശുപത്രികളിൽ പുതിയ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള നടപടികളും ആരംഭിച്ചു. നഴ്സിംഗ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നഴ്സുമാരെ എത്തിച്ച് പ്രതിസന്ധി പരിഹരിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. സമരം ചെയ്യുന്നവരുടെ ഫെബ്രുവരിയിലെ ശമ്പളം ആശുപത്രി അധികൃതർ തടഞ്ഞുവെച്ചതായി നഴ്സുമാർ പറഞ്ഞു. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് UNA. കരാർ ഒപ്പിടാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഔദ്യോഗിക ചർച്ചകളും നടന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭരണ സംവിധാനത്തിലുണ്ടായ തകർച്ചയുടെ ദുർവിധിയാണ് ഉദ്യോഗസ്ഥർ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുൻ MLA PV അൻവർ. കേരള NGO അസോസിയേഷൻ മീഞ്ചന്ത ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൻവർ. കേരള NGO അസോസിയേഷൻ മീഞ്ചന്ത ബ്രാഞ്ച് സമ്മേളനം മുൻ MLA PV അൻവർ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന നിലപാടുകൾ പോലും സ്വീകരിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയാത്തതുകൊണ്ടാണ് ജീവനക്കാരുടെയും നഴ്സുമാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. അധികാര കേന്ദ്രങ്ങളിൽ ഭരണ സംവിധാനത്തിൽ ഉണ്ടായ അടിമുടി തകർച്ച എന്ന് പറയുന്നത് അതിന്റെ ഭാഗം തന്നെയാണ്. അത് ഏത് മേഖല എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. ആരോഗ്യ മേഖലയിൽ എത്ര ദിവസമായി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സമരത്തിന്റെ കാതൽ ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയോ? ഒരു ഉത്തരവില്ല. നഴ്സുമാര് സമരം നടത്താൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. ആർക്കാണ് ഉത്തരവാദിത്തം? ആരാണ് ഇവരെ വിളിച്ച് സംസാരിക്കേണ്ടത്? വല്ല നിലപാടുണ്ട്? എവിടെയാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട
എന്താ പറയാ, ഒരു മര്യാദ പോലും നഷ്ടപ്പെട്ട ഒരു സംവിധാനമായി മാറി. ബ്രാഞ്ച് പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. DCC ട്രഷറർ P രാജേഷ് കുമാർ, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പ്രദീപൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ, ജില്ലാ പ്രസിഡന്റ് പ്രേംനാഥ് മംഗലശ്ശേരി, ജില്ലാ ട്രഷറർ M ഷാജീവ് കുമാർ, സെറ്റോ ജില്ലാ ചെയർമാൻ സിജു K നായർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VP രജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്തതായി ഗസറ്റ് തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിച്ച കഴിഞ്ഞ പുതിയ ഭാരവാഹികളായി K ജ്യോതിഷ് കുമാർ, ഷാജി ജേക്കബ്, മനോജ് പുളിക്കൽ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളം എന്ന പേര് നേടിയെടുക്കാൻ മോദി സർക്കാർ വേണ്ടിവന്നുവെന്ന് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക് ജനശക്തി പാർട്ടി ജില്ലാ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അരുൺ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ശേഷവും കേരളം എന്ന പേര് നേടിയെടുത്തു തരാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിരുന്നില്ലെന്നും അതുണ്ടാക്കി തരാൻ നരേന്ദ്രമോദിയുടെ അധികാരത്തിലുള്ള NDA സർക്കാർ വരേണ്ടി വന്നെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ NDA ഭരിക്കണം. കേരളത്തിന്റെ വികസന താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു സർക്കാർ വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ പാർട്ടിയുടെ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ ഇപ്പൊ നമ്മൾ പ്രവർത്തനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് കുറച്ച് MLA-മാരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഓപ്പോസിഷൻ, കേരളത്തിന്റെ പ്രതിപക്ഷ രംഗത്തേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. വീണ്ടും അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ ഒരു NDA സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു NDA സർക്കാർ വരുമ്പോ എന്റെ ഏറ്റവും വലിയ സ്വപ്നം അന്ന് കേരള നിയമസഭയിലേക്ക് LJP-യുടെ ഒരു 4 MLA-മാരെങ്കിലും മിനിമം ഉണ്ടാവണം, ഒരു മന്ത്രി ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും, തർക്കമില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാല് MLA-മാരും മന്ത്രിമാരും ഒക്കെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് കടന്നു കയറുന്ന ദിവസങ്ങള് അതിവിദൂരമല്ല. ചടങ്ങിൽ വിവിധ പാർട്ടികളുടെ ലയന സമ്മേളനവും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ സുരേഷ്, സംഘടനാ സെക്രട്ടറി സജി നായർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെനൂബ് താമരക്കുളം, നിയാസ് വൈദ്യർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാനിഷ് കൃഷ്ണ, ജനറൽ സെക്രട്ടറി ബിനു കുമാർ, അമൃത, മോഹൻദാസ് കളക്കണ്ടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാന്ധി ശില്പശാല ബസാർ കരകൗശലമേള കോഴിക്കോട് ബീച്ചിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ ഉൽപ്പാദകരിൽ നിന്നും സ്വന്തമാക്കാം. പ്രവേശനം സൗജന്യം. ഗാന്ധി ശില്പശാല ബസാർ ബീച്ചിൽ മാർച്ച് 11 മുതൽ 17 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years.
will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പരിസ്ഥിതി പയ്യോളി വേനലിൽ വലയുന്ന പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കുമായി കുടിവെള്ളം ഒരുക്കുന്ന കിളികൾക്ക് കുടിനീർ പദ്ധതി ആരംഭിച്ചു. മൂരാട് താഴേക്കളരി UP സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ N. സാഹിറ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭൂമിയിലെ വിഭവങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധം ഉറപ്പിക്കുന്നതാണ് കിളികൾക്ക് കുടിനീർ പദ്ധതിയെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ N. സാഹിറ പറഞ്ഞു. ചടങ്ങിൽ പരിസ്ഥിതി പയ്യോളിയുടെ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KT സിന്ധു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വൃക്ഷത്തൈ നട്ട് സംരക്ഷിക്കുന്ന ഒരു ക്ലാസ് ഒരു മരം പദ്ധതിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ PM ഹൈറുന്നീസ ആദ്യ വൃക്ഷത്തൈ നട്ടു. മറ്റ് ക്ലാസുകൾക്കുള്ള വൃക്ഷത്തൈകൾ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P. കുഞ്ഞാമു വിതരണം ചെയ്തു. പരിസ്ഥിതി പയ്യോളി സെക്രട്ടറി വിജയൻ പെരിങ്ങാട് പദ്ധതി വിശദീകരിച്ചു. ഹംസ കാട്ടുകണ്ടി മാജിക് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് VK സലീം, ഹെഡ്മാസ്റ്റർ D. സജിത്ത്, മുസദ്ദിഖ്, രാജൻ കൊളാവിപ്പാലം, NK ശശി, സ്കൂൾ ലീഡർ ഭരത് ബോവൻ, KT കണ്ണൻ, സബീഷ് കുന്നങ്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ മറ്റ് സ്കൂളുകളിലും പൊതു ഇടങ്ങളിലും വീടുകൾക്ക് സമീപവും കിളികൾക്ക് കുടിനീർ ഒരുക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ബേപ്പൂർ ശിവപുരി അങ്കണവാടി ക്രഷ് തുടങ്ങി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കവിത അരുൺ ഉദ്ഘാടനം നിർവഹിച്ചു. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനായി നടുവട്ടം ശിവപുരി അങ്കണവാടിയുടെ കീഴിൽ ആരംഭിച്ച ക്രഷ് കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ കവിത അരുൺ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ച് 543 അംഗനവാടികളുണ്ട്. അതിൽ പകുതി അംഗനവാടികൾക്ക് സ്വന്തമായിട്ടുള്ള കെട്ടിടമുണ്ട്. ഏതൊരു കൗൺസിലിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഏതൊരു വർക്കറെ ഹെൽപ്പറെ സംബന്ധിച്ചും എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷമം സ്വന്തമായിട്ടുള്ള കെട്ടിടമില്ല എന്നാണ്. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഈ കുട്ടികളെയൊക്കെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് വാടക കെട്ടിലേക്ക് മാറുക, അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള വാടകയ്ക്ക് പല സ്ഥലങ്ങളിലും നമുക്കറിയാം കെട്ടിടം അല്ലെങ്കിൽ മുറികൾ ലഭിക്കാണ്ടിരിക്കുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അംഗനവാടി ടീച്ചർമാരെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. അവർ തന്നെ എത്ര നല്ല രീതിയിലാണ് ഈ കുട്ടികളെയൊക്കെ പരിപാലിക്കുന്നത്. നമ്മുടെ വീട്ടിൽ 1-2 കുട്ടികളെ നമുക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അംഗനവാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവരുടെ എല്ലാ കാര്യങ്ങളും, ഭക്ഷണ കാര്യങ്ങളായാലും ആരോഗ്യ കാര്യങ്ങളായാലും പ്രാഥമികമായിട്ടുള്ള ചെറിയ ചെറിയ കുരുന്നുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളായാലും സശ്രദ്ധ വളരെ സൂക്ഷ്മതയോട് കൂടി ഒരു സ്വന്തം കുട്ടികളെ നോക്കുന്ന പോലെയാണ് നമ്മുടെ വർക്കേഴ്സ് ആയാലും ഹെൽപ്പേഴ്സ് ആയാലും ഈ കുട്ടികളെ പരിപാലിക്കുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഈ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മമാർക്കും ചില ആക്ഷേപങ്ങളും പരാതികളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് മാക്സിമം അവരുടെ കഴിവിന്റെ പരമാവധി ഈ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷൻ K. രാജീവ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർ KP തസലീന, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ S. സബീന ബീഗം, ICDS അർബൻ 4 DPO P. രശ്മി രാമൻ, ICDS സൂപ്പർവൈസർ K. ജിഷ, M. ഗിരിജ, മുരളി ബേപ്പൂർ, സ്വരൂപ് ശിവപുരി, K. ബബിത എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കോഴിക്കോട് കോർപ്പറേഷൻ തുല്യതാ പഠിതാക്കളുടെ സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തി. പന്നിയങ്കര സബ് ഇൻസ്പെക്ടർ അമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ തുല്യതാ പഠിതാക്കളുടെ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. മീഞ്ചന്ത GVHSSൽ നടന്ന ഇഫ്താർ വിരുന്നിൽ കോർപ്പറേഷൻ കോർഡിനേറ്റർ സബിതയെ ആദരിച്ചു. പരിപാടിയിൽ നിഹാദ് സിൽവർമോൻ അധ്യക്ഷനായിരുന്നു. പന്നിയങ്കര സബ് ഇൻസ്പെക്ടർ അമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൺവീനർ റൌഫ്, മുഹമ്മദ് കോയ, ഫിനിയ, ഡോക്ടർ പ്രേംകുമാർ, അംജദ്, റാണി, സിദ്ദിഖ്, തക്ലീദ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനം ജിനീഷ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതാ ദിനത്തിൽ വനിതകൾ രക്തം ദാനം ചെയ്തു. കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലാണ് ക്യാമ്പ് നടന്നത്. സോഷ്യൽ ഫോറസ്ട്രി സൗത്ത് റീജിയൻ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കീർത്തി IFS ഉദ്ഘാടനം നിർവഹിച്ചു. കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറം, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സാമൂറിയൻസ്, ഗ്ലോബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനിതാ ദിനത്തിൽ വനിതാ രക്തദാന ക്യാമ്പ് നടത്തിയത്. കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന പരിപാടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കീർത്തി IFS ഉദ്ഘാടനം ചെയ്തു. You should know others who are strong and you should help to raise them. ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി എംപവർ ചെയ്ത് നമ്മുടെ മുന്നോട്ട് അതാണ് റിയൽ സ്ട്രോങ്. എല്ലാവർക്കും അറിയാം, വിമൻസ് ഡേ ആ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ ദിനമാണ്. വി ആർ ഓൾ സ്ട്രോങ് വിമൻ. വി ആർ ഓൾ വിമൻ ടു ലിവ് അവർ ലൈഫ്. യു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്, ലിവ് യുവർ ലൈഫ്. ആശുപത്രിയിലെ രക്തബാങ്ക് ഓഫീസർ ഡോക്ടർ നാസിയ K. സലീം രക്തദാന സന്ദേശം നൽകി. ചടങ്ങിൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുജാത M. അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറം സെക്രട്ടറി സിന്ധു സൈമൺ, കോട്ടപ്പുറം ആശുപത്രി RMO ഡോക്ടർ ബിന്ദു, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സാമൂറിയൻസ് മുൻ പ്രസിഡന്റ് പ്രമീള മോഹൻകുമാർ, ഗ്ലോബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് HOD സിന്ധു രാജേഷ്, ഹസീന PK തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടലുണ്ടി മണ്ണൂർ വീട്ടിൽക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായി വിവിധ ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെയാണ് ഉത്സവം പൂർത്തിയാക്കിയത്. മണ്ണൂർ വീട്ടിൽക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറ താലപ്പൊലി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ഗണപതി ഹോമം, കാവുണർത്തൽ, ചെണ്ടമേളം, മൂർത്തി വെള്ളാട്ട്, ഭൈരവൻ വെള്ളാട്ട് എന്നീ ചടങ്ങുകൾക്ക് ശേഷം മണ്ണൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിപ്പ് എത്തി. താലപ്പൊലിക്ക് ശേഷം തായമ്പക, ഭഗവതി, ഭൈരവൻ, ദാരികവധം തിറയാട്ടങ്ങളും നടന്നു. 2ാം ദിവസം പുലർച്ചെ നടന്ന അരിത്താലപ്പൊലിക്ക് ശേഷം ഗുരുതി തർപ്പണം, കുടികൂടൽ ചടങ്ങുകളോടെ ഉത്സവം സമാപിച്ചു. തിറയാട്ടത്തിന് പൂവാട്ടുപറമ്പ് പ്രകാശനം സംഘവും ചെണ്ടമേളത്തിന് സുഗു നല്ലൂരും സംഘവും നേതൃത്വം നൽകി. പ്രസാദ ഊട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബേപ്പൂർ ബസ് സ്റ്റാൻഡിലെ ബസ് ഉടമകളും ജീവനക്കാരും സമൂഹ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു.
ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ഇഫ്താർ വിരുന്നിൽ സ്റ്റാൻഡ് പരിസരത്തെ കച്ചവടക്കാരും സ്റ്റേഷനിലെ പോലീസുകാരും നാട്ടുകാരും പങ്കെടുത്തു. പി അബ്ദുൽ നാസർ, ഷഫീഖ്, നിഷാദ്, അൻവർ, സബീഷ്, ഷിജു, താഹിർ, ഫയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബസ്സിൻ്റെ കൂട്ടായ്മ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന ഒരു നോമ്പുതറാണിത്. അതായത് നമ്മളെ പരിസര മുന്നിലുള്ള പീടികളും അടുത്തുള്ള സ്റ്റേഷനുകളും തൊഴിലാളികളും മുതലാളിമാരും ചേർന്ന് നടത്തുന്ന ഒരു സമൂഹ നോമ്പുതറാണ്. പുല്ലാളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിഫായിയ മാപ്പിള കലാ സെന്റർ ബദർ അനുസ്മരണ പ്രഭാഷണവും നോമ്പുതുറയും മൗലിദ് മജ്ലിസും സംഘടിപ്പിച്ചു. ചെറിയ കുഞ്ഞിക്കോയ തങ്ങൾ നേതൃത്വം നൽകി. ഉസ്താദ് മുസ്തഫ ഫാളിലി കരീറ്റിപ്പറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. പല ആളുകൾക്കും നോമ്പ് തുറ സംഘടിപ്പിച്ചത് അള്ളാഹു ഇതെല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് റിഫായിയ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാനാ ജാതികൾക്കും വലിയ സഹായങ്ങൾ കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ് റിഫായിയ പ്രസ്ഥാനം. ഈ റിഫായിയ കമ്മിറ്റി നടത്തിയ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ്. അതെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തൊൽഹത്ത് സഖാഫി, സുലൈമാൻ മുസ്ലിയാർ, അബ്ദുറഹിമാൻ മുസ്ലിയാർ, മുഹമ്മദ് സാദി എന്നിവരുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണം നിർവഹിച്ചു. ഫസൽ പൂക്കോയത്തങ്ങൾ ചളിക്കോട്, കാസിം കോയത്തങ്ങൾ കാന്തപുരം എന്നിവരുടെ സാന്നിധ്യത്തിൽ നസീർ തങ്ങൾ പറക്കുന്ന ദുആ മജ്ലിസിന് നേതൃത്വം നൽകി. നിരവധി പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നഴ്സുമാരുടെ സമരം 4 ദിവസം പിന്നിട്ടു. ഭരണ സംവിധാനത്തിലുണ്ടായ തകർച്ചയുടെ ദുർവിധിയാണ് ഉദ്യോഗസ്ഥർ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുൻ MLA PV അൻവർ. കേരളം എന്ന പേര് നേടിയെടുക്കാൻ മോദി സർക്കാർ വേണ്ടി വന്നു എന്ന് ലോക് ജനശക്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അരുൺ വേലായുധൻ. കിളികൾക്ക് കുടിനീർ പദ്ധതി ആരംഭിച്ച് പരിസ്ഥിതി പയ്യോളി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.